സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഭിരാമി സുരേഷിനെ ചതിച്ചത് ആരാണ്? അതാണ് എനിക്കറിയേണ്ടത്. ആരാണ് ഈ സ്ത്രീയെ ചതിച്ചത്? എന്തിനു വേണ്ടിയാണ് ചതിച്ചത്? അവർ പറയുന്നത് എന്താ വെച്ചാൽ പ്രണയമൊന്നുമല്ല, ഇത് പ്രണയോ കാര്യങ്ങളോ ഒന്നുമല്ല. അവർക്കൊരു ബിസിനസിൻ്റെ ഒരു മോഹം ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോൾ ഇയാൾ വന്ന് ചാടിയതും ഇയാൾ പിന്നീട് സാമ്പത്തികപരമായിട്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുവെന്നോ എന്നാ സംഭവിച്ചതെന്നറിയില്ല. ഏതായാലും നല്ലൊരു തേപ്പ് അഭിരാമി സുരേഷിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് അവർ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ആൾക്കാർ എന്നെ അന്വേഷിക്കുന്നുണ്ട്, ഞാൻ എവിടെയാണ് പോയത് എന്നാണ് അന്വേഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ഒരു 4 പേജുള്ള ഒരു ലെറ്റർ പറഞ്ഞിട്ടുണ്ട്. ആ ലെറ്റർ പറഞ്ഞിരിക്കുന്നത് ഇവരെന്തോ ഒരു ബിസിനസ് തുടങ്ങാൻ പോയി, ഒരാൾ വന്ന് വന്നിട്ട് അങ്ങ് പറ്റിച്ചു പോവുകയും ചെയ്തു. അയാളെ പറ്റിയിട്ടൊന്നും വെളിപ്പെടുത്തുന്നില്ല, കാരണം കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിൻ്റെ അടിയിൽ വന്ന ചില കമൻറ്റുകളുണ്ട്. ആ കമൻറ്റുകൾ ഇങ്ങനെയാണ്: ചേർത്തിക്കും അനുജത്തിക്കും മാത്രമായിട്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇത് ഇവരുടെ സ്വഭാവം കൊണ്ടാണോ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇത് ഇവർക്ക് സ്ഥിരം തൊഴിലാണ്, ഈ കുടുംബത്തെ പൊതുശല്യമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ. അപ്പോൾ ഈ കമൻറ്റുകളുടെ ഉള്ളടക്കത്തിൽ ഞാൻ കയറി നോക്കിയപ്പോഴും എൻ്റെ പൊന്നുമക്കളെ അതിന് തലയുമില്ല ബാലുമില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഭിരാമി സുരേഷിനും അമൃത സുരേഷിനും ഒരു ശത്രു ഉണ്ട്. അതായത് അറിയപ്പെടാത്ത ഒരു ശത്രു, നമുക്കെല്ലാവർക്കും അറിയാം, എന്നാലും അറിയാതെ പുറത്തുനിന്ന് കളിക്കുന്ന ഒരു ശത്രുവുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അയാളുടെ തൊഴിലാളികളാണ് ഈ കമൻറ്റുമായിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഇവരെ പറ്റിച്ചു പോയതും അയാളുടെ കൊട്ടേഷൻ ടീമിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അഭിരാമി സുരേഷിൻ്റെ അഹങ്കാരം ഒന്ന് നിർത്തണം, അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക അടിത്തറ അങ്ങ് ഇതാക്കണം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഡിപ്രഷനിൽ പോയതുപോലെ അങ്ങ് പോകണം എന്നൊക്കെ കരുതിയിട്ട് ആരോ കരുതി കൂട്ടിയിട്ട് ഇവരെ കളിച്ചതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ എങ്ങനെ വീഴാനാണ്? ഒരാൾ വന്നിട്ട് ഒരു ബിസിനസ് കൊടുക്കണം അല്ലെങ്കിൽ ഇത് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കൂലേ? ആ മനുഷ്യൻ എങ്ങനെയാണെന്ന് അന്വേഷിക്കൂലേ? അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഞങ്ങൾക്ക് അറിയുന്ന ആളാണെങ്കിൽ കുഴപ്പമില്ല, അറിയുന്ന ആളാണെങ്കിൽ അയാളെ കൈയോടെ ഒരു പിടിച്ചൂടെ? ഇതിപ്പോഴേ വേറൊരു കാര്യം എന്താ പറയാനില്ല അറിയാം, ഇന്ന് കുടിച്ച വെള്ളത്തിൽ സ്വന്തക്കാരെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല, സ്വന്തം ചോരയെ വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ആ സമയത്താണ് വേറെ ഏതോ ഒരുത്തൻ അവൻ പറ്റിച്ചു പോകാണ്ട് വെക്കോ? നിങ്ങളൊന്ന് പറ. ഈ പെണ്ണിനെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അതായത് ഈ അഭിരാമി സുരേഷ് എന്ന് പറയുന്ന യുവതിയെ നല്ല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. ആ പറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്നതാണ് അവൻ. ഇവരുടെ ലെറ്ററിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു. അത് കൃത്യമായിട്ട് അവൻ എല്ലാം പഠിച്ചിട്ട് വന്നിട്ട് ഇവരെ അങ്ങ് പറ്റിച്ചങ്ങ് പോവുകയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊട്ടേഷൻ ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റൂല. അത് ഏതെങ്കിലും തരത്തിലൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അണ്ണനെ കൊട്ടേഷൻ ആയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇവരെക്കെതിരെ കമൻ്റ് ഇടാനും ഇവരുടെ പ്രോഗ്രാം തകർക്കാൻ വേണ്ടിയിട്ടും ഇവിടെ എന്ന് പറഞ്ഞാൽ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരെ സ്നേഹിക്കുന്നതിനെക്കാട്ടും കൂടുതൽ കമൻറ്റുകൾ അവരാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കമൻ്റാണ് ഒരുപാട് വന്നിരിക്കുന്നത്. ഇതിനൊന്നും തലയും പാലോ ഒന്നും ഇല്ലാട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നത്. അതുമാത്രവുമല്ല, ഇവരുടെ കുടുംബം തന്നെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ഒരു കാര്യം ഞാൻ അഭിരാമി സുരേഷിനോട് പറയാം, നിങ്ങൾ വിശ്വസിക്കുന്നവരൊക്കെ നല്ലവരാണ് എന്ന് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. ആ ഷോയിൽ എന്ന് പറഞ്ഞാൽ ആ ഷോ അന്ന് വളരെയധികം ഓടിയത് നിങ്ങളുടെ അച്ഛൻ്റെ ഒരു കണ്ടന്റ് കൊണ്ട് മാത്രമാണ്. അതായത് നിങ്ങളുടെ അച്ഛനെ അവസാന കാലത്ത് നിങ്ങൾ അനാഥാലയത്തിലാക്കി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു കണ്ടന്റ് ഓടിയത്. എന്നിട്ട് സത്യം അറിഞ്ഞപ്പോഴേ ആരെങ്കിലും അത് തിരുത്തിയോ? അതായത് ശ്രീകണ്ഠൻ നായർ എവിടെയെങ്കിലും വന്നത് തിരുത്തിയില്ല. പക്ഷേ നിങ്ങളുടെ കണ്ടന്റ് വെച്ചിട്ട് അവർ നല്ല പൈസ ഉണ്ടാക്കിയില്ലേ? അതുപോലെ തന്നെ ഇത് പറഞ്ഞ പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരുത്തിയത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞ് അന്ന് ഇത് റിയാക്ട് ചെയ്ത ചാനലുകാരെ മുഴുവൻ നിങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു കാര്യം, തൻ്റെ അച്ഛനെ അവിടെ പാർപ്പിച്ച് അതിൻ്റെ മുതലാളി ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾ ചോദിച്ചോ? അത് ചോദിക്കൂല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണം ഉണ്ടാക്കുക എന്ന് തന്നെയാണ്. അയാൾക്കും കൃത്യമായിട്ട് അറിയാം, അയാളുടെ സ്ഥാപനം അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ അയാൾ അങ്ങനെ അടിച്ചു. അതിന്നൊരു കയ്യിൽ നിന്ന് വീണൊരു പിഴവൊന്നുമല്ല. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അയാൾ ഇനി എന്തു പറഞ്ഞു കഴിഞ്ഞാലും എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. അത് അയാൾ അറിഞ്ഞുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാണ്. അയാളുടെ സ്ഥാപനത്തിന് ഒരു പരസ്യം കിട്ടാൻ നമ്മളെല്ലാവരും അറിഞ്ഞില്ലേ ഇപ്പം അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന്.
അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ ബഹളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആൾക്കാർ ആ സ്ഥാപനത്തിലേക്ക് പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ലോകത്തുള്ള മനുഷ്യർ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാലങ്ങളായിട്ട് കിട്ടുന്ന ചില അടികൾ, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ ജ്യേഷ്ഠത്തിക്കായാലും എന്താണെന്ന് വെച്ചാൽ ഒരു വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞതിന് ശേഷം ഒരുത്തനെ വിവാഹം കഴിച്ചു, അത് അവനാണെങ്കിൽ അവനെ കഴിച്ചതാണ് ഏറ്റവും വലിയൊരു തെറ്റെന്നേ ഞാൻ പറയുള്ളൂ. അതായത് നിങ്ങളുടെ ജ്യേഷ്ഠത്തിക്ക് സംഭവിച്ച പിഴവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ വിവാഹം തന്നെയാണ്. കാരണം അയാളെ പോലെയുള്ള ഒരാളെ വിവാഹം കഴിച്ചത്, അവിടെയാണ് നിങ്ങളെ ഒരു വലിയൊരു തെറ്റ് കണ്ടത് ഞാൻ, വേറെ ഒന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവം നമ്മൾ കാണുന്നതല്ലേ. അതായത് അയാൾ വേറെ ഭാര്യനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഉപേക്ഷിച്ച് വന്നവന്മാരെ വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താ അറിയാ, ഇവന്മാരെ എപ്പോൾ വേണമെങ്കിലും തിരികെ പോകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരാൻ വേണ്ടി കിട്ടും. ആ വീഴ്ചയിലൂടെ നമുക്ക് എല്ലാവർക്കും ചിരിക്കാം, ഇവരുടെ വീഴ്ച കണ്ട് നമുക്ക് സന്തോഷിക്കാം എന്നുള്ള തരത്തിലും ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. ഇപ്പൊ അഭിരാമിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെയാണ്. പക്ഷെ അഭിരാമിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ എല്ലാവർക്കും ഒരു സുഖം എന്നുള്ളതാണ്. കാരണം അവരുടെ പൈസ കുറച്ച് പോട്ടെ, കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു, ആ അഹങ്കാരം ഒന്ന് തീരട്ടെ. ജ്യേഷ്ഠത്തിക്കും അനുജത്തിക്കും എന്താ അഹങ്കാരം എന്നുള്ള തരത്തിലാണ് മറ്റുള്ളവർ പറയുക. നമ്മളിനി ഒന്നും കാണിക്കണ്ട, നമ്മളിനി വളരെ പാപമായി ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ അഹങ്കാരികളാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു ശത്രുവുണ്ട്. ആ ശത്രുവിനെ നിങ്ങൾക്കൊന്നും കണ്ടെത്താൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ പെയ്ഡ് ശത്രുക്കളാണ്. അതൊക്കെ പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കമൻ്റ് ഇടുന്ന ആളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലാണെന്ന് നിങ്ങൾ കരുതരുത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ് ബിസിനസ്, സാമ്പത്തികം. അതായത് ഇത് രണ്ടും പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. പരമാവധി ഒരാളെയും കൂട്ടിയിട്ട് നമ്മൾ ബിസിനസ് തുടങ്ങരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയ മുക്കിയിട്ട് അങ്ങ് കൊണ്ടുപോകാറുണ്ട്. ഇപ്പം നിങ്ങളെന്നെ കണ്ടതല്ലേ, മറ്റേ ആ കൃഷ്ണകുമാറിന്റെ മകളുടെ പ്രശ്നം കണ്ടതല്ലേ. 65 ലക്ഷത്തോളം രൂപ അവരെടുത്ത് അടിച്ചു മാറ്റുന്നത് ഒരു അറിഞ്ഞിട്ടും കൂടിയില്ല. പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ കേസും പുലിവാലുമായില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മളെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നും നല്ലവരല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കണം. നല്ലവരൊന്നും അല്ല. ഇവിടെ എന്ന് പറഞ്ഞത് ഒരുപാട് കള്ളന്മാരും പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രോഡുകളും എല്ലാം ഉണ്ട് ഈ ഭൂമിയിൽ. എല്ലാം നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഒരുത്തനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസേൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ ഒരാളെയും വിശ്വസിക്കരുത്. ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കമന്റ് എഴുതുന്നവരുടെ ഉദ്ദേശം തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തകർക്കുക, നിങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമന്റുകൾ ഇങ്ങനെ എഴുതുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ അഹങ്കാരിയാണെന്ന് പറയുന്നുണ്ട് പോലും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ അഹങ്കാരികളാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ സഹോദരി വന്ന് പല കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്കെതിരെയുള്ള ഹേറ്റ് കുറച്ച് കുറഞ്ഞത്. അത് മനസ്സിലാക്കണം. എന്താ വെച്ചാൽ മറ്റേയാള് വളരെ പാപമായിട്ട് ഒരുപാട് അയാൾ അഭിനയിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ മിണ്ടാതിരുന്നു, ഹെയ്റ്റ് മുഴുവൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു. പിന്നീട് നിങ്ങളുടെ സഹോദരി അതായത് നമ്മുടെ അമൃത സുരേഷ് പലതും തുറന്നു പറഞ്ഞതിൻ്റെ പല്ലേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായത്. അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അവൻ്റെ പേരിൽ കേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇനിയിപ്പോൾ ഒരു കാര്യം ആ കേസും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരാണ് എന്താണ് എങ്ങനെയാണ് പറ്റിച്ചത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അതൊരു വലിയ നേട്ടമാകും. കാരണം എല്ലാവർക്കും ഒന്ന് സൂക്ഷിക്കാലോ. ആരെയും ഇങ്ങനെ വിശ്വസിക്കല്ലേ, കുടിച്ച വള്ളത്തിൽ വിശ്വസിക്കല്ലേ എന്ന് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് സൂക്ഷിക്കാലോ. ഏതായാലും ആ ഒരു ലെറ്ററിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് വായിച്ചു തരേ. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പലരും എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ എങ്ങോട്ടാണ് അപ്രത്യക്ഷയായത് എന്ന്, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അകന്നുപോയതെന്ന്, എന്തുകൊണ്ടാണ് മുൻപത്തെ പോലെ ഞാൻ ആളുകൾക്കിടയിലേക്ക് വരാത്തതെന്ന്. അതിനുള്ള എൻ്റെ മറുപടി. കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാനത്തിലും ഈ വർഷത്തിൻ്റെ തുടക്കത്തിലുമായി എൻ്റെ ബിസിനസ് വ്യാപിപ്പിക്കാനും വർഷങ്ങളായി ഞാൻ കണ്ട സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുവാനും ശ്രമിക്കുന്നതിനിടയിൽ ഞാൻ ചെന്നു വീണത് ഒരു സാമ്പത്തിക കെണിയിലായിരുന്നു. അങ്ങേയറ്റം വിശ്വസ്തനും മാന്യനും പ്രൊഫഷണലുമായി തോന്നിച്ച ഒരാളാണ് ഈ കെണിയൊരുക്കിയത്. അതായത് ഏതോ ഒരു മാന്യൻ എന്നാണ് പറയുന്നത്. ഒരിക്കലും വിശ്വസിക്കരുത് മക്കളെ. ഈ വ്യക്തിയുടെ പേര് വിവരങ്ങൾ ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. കാരണം നിയമപരമായ നടപടികൾ പുരോഗമിക്കുകയാണ്. എനിക്കും ചില കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരാനുണ്ട്. എന്നാൽ ഇതൊരു സ്ഥിരം രീതിയാണെന്നും എന്നെ പോലെ കൂടുതൽ ആളുകൾ ഇയാളുടെ വഞ്ചനയ്ക്ക് ഇരയായിട്ടുണ്ടെന്നും ബോധ്യപ്പെട്ടാൽ മറ്റാരും ഇത്തരമൊരു കുഴിയിൽ വീഴാതിരിക്കാൻ ഞാൻ തീർച്ചയായും പരസ്യമായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും.
വളരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു സംരംഭകനെയും പോലെ തികച്ചും ആത്മാർത്ഥമായ ഒരു അവസരമായാണ് ഞാൻ ഇതിനെ കണ്ടത്. വാഗ്ദാനങ്ങൾ വളരെ വലുതായിരുന്നു. അവരുടെ സമീപനം വളരെ ചിട്ടയായതും വിശ്വസനീയവും ഏതാണ്ട് ഒരു ബാങ്ക് ഇടപാട് പോലെയുമായിരുന്നു. വലിയ സ്വപ്നങ്ങളുമായി സ്വന്തം നാട്ടിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന എൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട മനുഷ്യർക്ക് അർഹമായത് നൽകി എല്ലാറ്റിനെയും കൂടുതൽ വ്യവസ്ഥാപിതമാക്കാൻ ആഗ്രഹിച്ച ഒരാളെ സംബന്ധിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ വഴിത്തിരിവാണ് ഇതെന്ന് തോന്നിയത്. അതുകൊണ്ട് ഞാനത് വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് ഞാൻ വലിയ വില നൽകേണ്ടി വന്നു. ആ വാഗ്ദാനങ്ങളുടെ പുറത്ത് ഞാൻ പലർക്കും ഉറപ്പുകൾ നൽകി, ബിസിനസ് വിപുലീകരിക്കുവാൻ പദ്ധതികൾ തയ്യാറാക്കി, ഫണ്ടുകൾ സമാഹരിച്ചു, ആളുകൾക്ക് എൻ്റെ വാക്ക് നൽകി. ഈ പിന്തുണ വന്നുചേരുന്ന പൂർണ്ണ പ്രതീക്ഷയിൽ ഞാൻ എൻ്റെ ഭാവി മുഴുവൻ അതിനനുസരിച്ച് ക്രമീകരിച്ചു. എന്നാൽ കൃത്യമായി ആ തുക കൈമാറേണ്ട ദിവസം ആ വ്യക്തി അപ്രത്യക്ഷനായി. വെറുതെ അങ്ങനെ പെട്ടെന്ന്. പക്ഷേ അയാൾക്കൊപ്പം എൻ്റെ ബാധ്യതകൾ അപ്രത്യക്ഷമായില്ല. അതായത് നല്ല ബാധ്യതയാണ് കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വളരെ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്തതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു. എൻ്റെ സാമ്പത്തിക അടിത്തറ തകർന്നു. എൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു. പൂർണ്ണമായും ആത്മാർത്ഥതയോടെ ഞാൻ നൽകിയ വാക്കുകൾ പാലിക്കാൻ കഴിയാതെ വന്നു. എല്ലാത്തിനെയും കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്നതിനും മുങ്ങിത്താഴാതിരിക്കാൻ പോരാടുന്നതിനുമിടയിൽ ഞാൻ മാനസികപരമായി പൂർണ്ണമായും തകർന്നുപോയി എന്നുള്ളതാണ്. ഞാൻ ഫോണുകൾ എടുക്കുന്നത് നിർത്തി, ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിച്ചു, എൻ്റെ ഉള്ളടക്ക നിർമ്മാണം നിർത്തിവെച്ചു. കണ്ടൻറ് ക്രിയേഷൻ, സോഷ്യൽ മീഡിയയിൽ നിന്നും ഞാൻ അപ്രത്യക്ഷയായി. എന്നെ ബന്ധപ്പെടാൻ ഉപയോഗിച്ചിരുന്ന നമ്പറുകൾ പോലും ഞാൻ ഉപയോഗിക്കാതായി. കാരണം ദിവസേന ആളുകളെയും അവരുടെ ചോദ്യങ്ങളെയും പ്രതീക്ഷകളെയും നിരാശകളെയും നേരിടാനുള്ള ശേഷി എനിക്ക് അവശേഷിച്ചിരുന്നില്ല. ആളുകൾ പുറം ലോകം കൊണ്ട് മാത്രം എല്ലാം സാധാരണ നിലയിലാണെന്ന് കരുതി. എന്നാൽ അണിയറയിൽ സമ്മർദ്ദം, ഭയം, കുറ്റബോധം, നാണക്കേട്, ഉത്കണ്ഠ, നിരാശ എന്നിവയോട് ഒരേ സമയം ഞാൻ നിശബ്ദമായി പോരാടുകയായിരുന്നു. ഇത് വെറുമൊരു സാമ്പത്തിക നഷ്ടം മാത്രമായിരുന്നില്ല, വലിയൊരു മാനസിക ആഘാതവുമായിരുന്നു. ഞാൻ ജീവിതത്തിൽ മുൻപും വേദനകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ബിസിനസ്സിലുണ്ടാക്കിയ ആഘാതം നൽകുന്ന വേദന തികച്ചും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ശുദ്ധമായിരിക്കാം എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും സ്വന്തം വിശ്വാസ്യത തകരുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തിനെയോ ഇല്ലാതാക്കും. ഞാൻ പൂർണ്ണമായും എന്നിലേക്ക് തന്നെ ചുരുങ്ങി. എൻ്റെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും ഞാൻ സ്വയം ഒറ്റപ്പെട്ടു. എനിക്ക് എന്തു പറ്റിയെന്ന് എൻ്റെ കുടുംബം പോലും പതുക്കെ അത്ഭുതപ്പെടാൻ തുടങ്ങി. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ കൂടുതൽ വേദനിപ്പിച്ചു. കാരണം ഞാൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് ഒരു ഭാരമാകാൻ ആഗ്രഹിക്കാതെ എൻ്റെ പോരാട്ടങ്ങൾ ഇന്നും നിശബ്ദമായി തനിയെ ചുമക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു ഞാൻ. യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ ചില വശങ്ങൾ ഞാൻ ഇപ്പോഴും അവരോട് പോലും പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. എല്ലാം ഒറ്റയ്ക്ക് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു. ഉത്തരങ്ങൾക്കും പ്രതീക്ഷകൾക്കും പിന്നാലെ ഞാൻ ഓടിക്കൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതത്തെ ഈ വലിയ പ്രതിസന്ധിയിലാക്കി പെട്ടെന്ന് അപ്രത്യക്ഷനായ ആ മനുഷ്യന് പിന്നാലെ അങ്ങനെ പതുക്കെ ഞാൻ പോലും അറിയാതെ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു. ഒരു തെറ്റായ തീരുമാനം, ഒരു വ്യക്തി, ഒരു വ്യാജ വാഗ്ദാനം എന്നിവയ്ക്ക് വർഷങ്ങളുടെ കഠിനാധ്വാനത്തെയും വിശ്വാസത്തെയും സ്ഥിരതയെയും എങ്ങനെയാണ് ഇങ്ങനെ ഉലയ്ക്കാൻ കഴിയുക എന്ന് ചിന്തിച്ച് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായ ദിവസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇരുട്ടിൻ്റെ നടുവിൽ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. വേദനകൾ ഒളിച്ചു വെച്ചാൽ അത് ഇല്ലാതാകുന്നില്ല, അത് നിങ്ങളെ പതുക്കെ കാർന്നു തിന്നും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കാൻ ഞാൻ തീരുമാനിച്ചതും. ഞാൻ ദുർബലയായതുകൊണ്ടല്ല, മറിച്ച് ഒടുവിൽ ഒളിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കാനുള്ള കരുത്ത് അവസാനിപ്പിക്കാനുള്ള കരുത്ത് ഞാൻ സംഭരിച്ചത് കൊണ്ടാണ്. എല്ലാം തകർന്നിട്ടും എന്നെ രക്ഷിച്ചത് എൻ്റെ കർമ്മവും തൊഴിൽ സംസ്കാരവും എൻ്റെ സ്വപ്നങ്ങൾക്കായി ഞാൻ വർഷങ്ങളോളം ഒഴുക്കിയ ആത്മാർത്ഥമായ പരിശ്രമവുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവാനുഗ്രഹത്താൽ ഈ കൊടുങ്കാറ്റിനിടയിലും ഞാനൊരു പുതിയ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അതിശയകരമായി പറയട്ടെ, അതും വളരെ മനോഹരമായി തഴച്ചു വളരാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ തകർച്ചകൾക്കും ഇരുട്ടിനുമിടയിലും എല്ലാം ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ജീവിതം എന്നെ നിശബ്ദമായി ഓർമ്മിപ്പിച്ചു. പതുക്കെ കാര്യങ്ങൾ ശരിയാകാനുണ്ട്, പതുക്കെ ഞാൻ തിരിച്ചു വരുന്നുണ്ട്, പതുക്കെ ഞാൻ വീണ്ടും ഞാനായി മാറുന്നുണ്ട്. ഈ പോസ്റ്റ് സഹതാപത്തിനു വേണ്ടിയുള്ളതല്ല, ഇത് സത്യത്തിൻ്റെ തുറന്നു പറച്ചിലാണ്. അതിലുപരി അതിജീവനത്തിൻ്റെ പ്രഖ്യാപനമാണ്.
സ്വപ്നങ്ങൾക്ക് പിന്നാലെ പായുന്ന എല്ലാവരോടും, പ്രത്യേകിച്ച് യുവ സംരംഭകരോടും സ്വന്തം നിലയിൽ എന്തെങ്കിലും കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുക. സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: വിജയം എപ്പോഴും ആകർഷകമായിരിക്കില്ല. സ്വപ്നം എത്ര വലുതാണോ അത്രയും കഠിനമായിരിക്കും പരീക്ഷണം. മിനുക്കിയ വാക്കുകളായും പ്രൊഫഷണൽ രേഖകളും തികഞ്ഞ വാഗ്ദാനങ്ങളുമായും നിങ്ങളുടെ അടുക്കൽ വരുന്ന എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ നല്ലതാകണമെന്നില്ല. വൈകാരികമായി ചൂഷണം ചെയ്യുന്ന വേട്ടക്കാർ ഈ ലോകത്ത് സാമ്പത്തികപരമായി ഇര പിടിക്കുന്നവരുമുണ്ട്. ദയവായി സ്വയം രക്ഷിക്കുക എന്നുള്ള തരത്തിലാണ് അവരുടെ കത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വളരെയധികം സൂക്ഷിക്കുക. ഇത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അഭിരാമിയോട് പറയാനുള്ളത്, ഒന്നും നശിച്ചിട്ടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ്. കാരണം എല്ലാവർക്കും സംഭവിക്കുന്നത് മാത്രമാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. പക്ഷേ ഇതൊരു ശീലമാക്കാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പ്രാവശ്യവും വന്നിട്ട് എനിക്ക് ഇതുപോലൊരു തെറ്റുപറ്റി എന്ന് പറയാൻ ഇടവരുത്തരുത്, അവസരം കൊടുക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.